ഓരോരുത്തർ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അവരുടെ കാലിൻ്റെ ഇടയിൽ 2 ഏക്കർ സ്ഥലം നടക്കുക, വെട്ടിപ്പിടിക്കാൻ. അതാണ് ഇപ്പോൾ നമ്മുടെ പള്ളികളൊക്കെ പലപ്പോഴും കാണുന്നത്. അതായത് ഈ പള്ളികളിൽ പോകുന്ന സമയത്ത് ഈ സഫുകളിലെ വിടവ് അതിനൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല ആളുകൾ. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ പഠിച്ച, അതായത് ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ നമ്മൾ സഫുകൾ പൂർത്തിയാക്കണം. നിസ്കാരം കാണുമ്പോൾ ഒരാൾക്ക് ഭംഗി എന്ന് പറയുന്നത് സഫ് പൂർത്തിയാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനെപ്പറ്റി ആളിലേക്ക് ഇങ്ങനെ നമുക്ക് എത്തിച്ചു കൊടുക്കാം. അതായത് നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ സൊഫ് കെട്ടുമ്പോൾ അതിൽ ലൈന് തെറ്റാതെയും ഗ്യാപ്പില്ലാതെയും നിൽക്കണം എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റായി കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഇമാമിയങ്ങൾ നിസ്കാരത്തിലോട്ട് പ്രവേശിക്കുന്നതിന് മുമ്പ് പറയും ഇസ്തവു വസ്തഖീമു, അല്ലെങ്കിൽ ഇസ്തവു സുഫൂഫക്കും, നിങ്ങളുടെ സൊഫ് നിങ്ങൾ സമമാക്കുവേൻ, നിങ്ങൾ ചൊവ്വായി നിൽക്കുവേൻ. കാരണം നിങ്ങളുടെ ഇടയിൽ അനൈക്യമില്ലാതിരിക്കാൻ നിങ്ങൾ അടി ഒപ്പിച്ച് നിൽക്കണമെന്ന് ഹദീസിൽ കാണാവുന്നതാണ്. അപ്പോൾ ഗ്യാപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ ലൈന് തെറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇടയിൽ അനൈക്യം ഉണ്ടാവുന്നത് തന്നെയാണ്. യുദ്ധവേളയിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് വളരെ അധികം സൂക്ഷ്മത പാലിച്ചിട്ടുണ്ട്. ബദറിൽ അണിയണികളായി നിൽക്കുകയാണ് സഹാബത്ത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിലൊരു ഖലീബുണ്ട്. ആ ഖലീബ് കൊണ്ട് സ്വല്പം മുന്നോട്ട് നിൽക്ക്, സ്വല്പം ബേക്കോട്ട് നിൽക്ക്, ആ രൂപത്തിൽ അണി റെഡിയാക്കി ലൈന് ഒപ്പിച്ച് ഇങ്ങനെ വരുമ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു എന്നൊരു സഹാബി മാത്രം ഇടത്ത് ഭാഗം മുന്നോട്ട് വെച്ച് നിന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് തൻ്റെ കയ്യിലുള്ള ഖലീബ് കൊണ്ട് സവാദിൻ്റെ വയറ്റത്തേക്ക് കുത്തി. എന്നിട്ട് പറഞ്ഞു, സവാദ്, ഞാൻ സൊഫ് ശരിയാക്കി പോയതല്ലേ, പിന്നെ എല്ലാവരും അറ്റൻഷനായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ മാത്രം അല്പം മുന്നോട്ട് തള്ളി നിൽക്കുന്നത് എന്താ എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇന്നത്തെ സമൂഹത്തിൻ്റെ ഇടയിൽ, മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഛിദ്രത വരാനുള്ള ഒരു കാര്യം ഇത് തന്നെയാണ് എന്ന് നമുക്ക് വിലയിരുത്താം. നിസ്കരിക്കുന്ന സമയത്ത് സൊഫ് റെഡിയാക്കി നിൽക്കാറില്ല, ഗ്യാപ്പ് ഉണ്ടാവാറുണ്ട്. മാത്രമല്ല, വേറെ കൗതുകരമായ സംഭവം കാണുന്നതെന്ന് വെച്ചാൽ, ഒരാൾ നിസ്കരിക്കുമ്പോൾ അവരെ 2 കാലിൻ്റെ ഇടയിൽ മാക്സിമം ഒരു ചാണ അകലെ ഉണ്ടാകാവുന്നതാണ്. ഇത് ഓരോരുത്തരും നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അവരുടെ കാലിൻ്റെ ഇടയിൽ 2 ഏക്കർ സ്ഥലം തന്നെ ഉണ്ടാവും, വെട്ടിപ്പിടിക്കുക. അതാണ് ഇപ്പോൾ നമ്മുടെ പള്ളികളൊക്കെ പലപ്പോഴും കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ വലതിനെ മുന്തിക്കുന്നതിൽ സുന്നത്തുണ്ട്. കേട്ടത് ശരിയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയുണ്ട്. സൊഫിൽ ഇമാമിൻ്റെ വലതു ഭാഗത്താണ് ഏറ്റവും പുണ്യമുള്ളത്. അതന്നെ 1ാമത്തെ സൊഫ്.